അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പരിപാടിയുടെ കാര്യഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ കാര്യമായിട്ട് നമ്മളെ ഉസ്താദ് ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. ഇനി ഇത് മുന്നോട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്നും കുട്ടികൾ അതുപോലെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയും കൂടിയാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും സ്കൂളിനെ മാത്രമായിട്ടാണ് മുന്നോട്ട് പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. മദ്രസയെ വളരെ ബാക്കൗട്ടായിട്ടാണ് അധിക പേരും കാണാറുള്ളത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മദ്രസയും സ്കൂളിനോട് കൂടെ തന്നെ മദ്രസയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ ഉസ്താദുമാർ പറയുമ്പോൾ എല്ലാവരും ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, ഇപ്പോൾ മൊബൈലിൽ തന്നെ വാട്സപ്പ് അയച്ചു, അതിൽ നിന്ന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. എത്ര സമയം ഉണ്ടായിട്ടും ഇതുവരെ ഇവിടെ നിന്ന എൻ്റെ രക്ഷിതാക്കൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എൻ്റെ കർത്തവ്യം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ യമാൻ ഉസ്താദ് കൊടുങ്ങാച്ചിന മുദരിസ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ക്ലാസ് എടുത്ത ഉസ്താദ്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ മദ്രസിൻ്റെ പ്രസിഡന്റ് ബാവ സാഹിബിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സെക്രട്ടറി അസീസാക്ക, വേദിയിലുള്ള സദർ ഉസ്താദ്, വൈസ് പ്രസിഡന്റ് നമ്മുടെ തങ്ങൾ, ജോയിന്റ് സെക്രട്ടറി കരിമാജി, ഗഫൂർക്ക, കുഞ്ഞുമതാക്ക, അതുപോലെ എൻ്റെ കമ്മിറ്റി ഭാരവാഹികളെ, രക്ഷിതാക്കളെ എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടി ഉദ്ഘാടകൻ നമ്മുടെ മനു ഉസ്താദാണ്. മുഖ്യ പ്രഭാഷകനായിട്ട് സദർ ഉസ്താദുണ്ട്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല രൂപത്തിലുള്ള വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള ഉയർച്ചയും സംസ്കാരവും മറ്റു ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചിറമ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി അവനെ ഉന്നമനത്തിലെത്തിക്കണം, അല്ലെങ്കിൽ അവളെ ഉയർന്ന നിലയിലെത്തിക്കണം എന്ന ചിന്ത ആ കുഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ ഉള്ളിൽ വളർന്നു വരുന്നത്. എന്നാൽ ആ വളർന്നു വരുന്ന ചിന്തയെ, മക്കളെ നന്നാക്കണം എന്ന ചിന്തയെ സാധൂകരിക്കാൻ, ശരിപ്പെടുത്താൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാടുകളിൽ അവൈലബിളാണ്. എന്നാലോ നമ്മുടെ മക്കള് നാശത്തിലേക്കും തിന്മയിലേക്കും എത്തിപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, ഏത് രൂപത്തിൽ അവനിക്ക് നന്മ പഠിപ്പിക്കണം എന്ന ആശങ്ക എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ മദ്രസയിൽ ചേർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത, ഈ കുട്ടി വളർന്ന് വലുതായിട്ട് വേണം എനിക്കൊന്ന് കാലും നീട്ടിയിരിക്കാൻ, അല്ലെങ്കിൽ സന്തോഷത്തിലാവാൻ. ഈ കുട്ടിയുടെ വളർച്ച കണ്ടിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ എന്നതായിരിക്കും. പക്ഷേ
കുട്ടിയുടെ ഓരോ വളർച്ചയും ഓരോ നിമിഷങ്ങളും നമ്മൾ വാച്ച് ചെയ്ത് അവനെ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടു നടന്നാൽ മാത്രമേ നമുക്ക് മോനെ നല്ല മോനായി കിട്ടുകയുള്ളൂ, മകളെ നല്ല മകളായി ലഭിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടനമാണ്. സ്മാർട്ട് ക്ലാസിന്റെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം എങ്ങനെ നൽകാം എന്ന ചിന്തകളിൽ നിന്ന്, ഒരാളുടെ ചിന്തയല്ല, പല ആളുകളുടെ ചിന്തകളിൽ നിന്ന് ഉതിർന്നു വന്ന ഒരു ആശയമാണ്. ആ ആശയം നേരത്തെ പറഞ്ഞ ഉസ്താദ് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും, അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ടാകും. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ കൂടെ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ്, ഉപ്പയുടെ കയ്യിൽ നിന്നാണ് കുഞ്ഞ് വളരേണ്ടത് എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം, ചെറിയ കുഞ്ഞാകുമ്പോൾ മൂത്രമൊഴിക്കാനുണ്ട് എന്ന് കുഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി എന്ന ദിക്ർ ചൊല്ലി ബാത്റൂമിൽ കയറ്റി അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിശി വഗുഫ്റാനകൽ ഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഇത് ഉദാഹരണം മാത്രമാണ്. അതുപോലെ കിടന്നിറങ്ങുമ്പോൾ എണീക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. അങ്ങനെ പല ദിക്റുകളുണ്ട്. ഇതൊക്കെ കുഞ്ഞു ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ വാപ്പയിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ നല്ല രീതിയിൽ മക്കളെ വളർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ സ്മാർട്ട് ക്ലാസ് അത് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരും ഒരുമിച്ച് കൂടി നല്ലൊരു തീരുമാനമെടുത്ത് നമ്മുടെ മക്കൾക്ക് പഠിച്ചു വളരാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ, അതിനനുസരിച്ച് നമ്മളും നമ്മളെ മക്കളെ നോക്കി വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ നല്ല മക്കളാക്കി വളർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ കർത്തവ്യം ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്ത് കൊണ്ട് ഞാൻ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും വിജയിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മക്കളെ ഉന്നതിയിലെത്തി നല്ല മക്കളായി കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ തിന്മയിൽ നിന്നും അല്ലാഹു നമ്മുടെ മക്കളെ സംരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.